നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. രാശിയിൽ ശുക്രനും കേതുവും, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 10-ാം ഭാവത്തിൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ ബുധൻ, 12-ാം ഭാവത്തിൽ സൂര്യൻ, വ്യാഴം. ഇവിടെ ചിങ്ങരാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, ശത്രു ദോഷം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു വാരമായിരിക്കും. അമ്മ ശത്രുവായി വരാതെ നോക്കണം. മാതൃവിധേയ അർക്കഭേ, ചിങ്ങൻ രാശിക്കാർക്ക് മാതാവിനോട് വളരെയധികം വിധേയത്വം ഉണ്ടാകും. ഇവിടെ ചന്ദ്രൻ 6-ൽ നിൽക്കുന്നു. അതിനാൽ അമ്മയ്ക്ക് രോഗാതി അരിഷ്ടത വരിക, മാതാവുമായി ബന്ധപ്പെടുന്ന അപ്രിയങ്ങൾ വരാതെ നോക്കുക, ജന്മഗ്രഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്നൊരവസ്ഥ വരിക, മാതാവിനെ മാറി നിൽക്കേണ്ടുന്നൊരവസ്ഥ വരിക. അല്ലെങ്കിൽ ഈ കർക്കിടക മാസം മാതാവ് നഷ്ടപ്പെട്ടവർക്ക് മാതൃ ബലി ചെയ്യുവാൻ, പിതൃബലി ചെയ്യുക, പിതൃക്കളുടെ ബലി ചെയ്യാൻ ഏറ്റവും അനുകൂലമാണ് ഈ കർക്കിടക മാസം എന്നറിയുക. ഇവിടെ സന്താന സംബന്ധമായ അരിഷ്ടതകളും ധാരാളം വരാം. കാരണം സന്താനപതിയായ വ്യാഴം 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും മക്കളുടെ പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ വലിയ മാനസിക സംഘർഷങ്ങൾ രക്ഷിതാക്കൾക്ക്, ചിങ്ങൻ രാശിക്കാർക്ക് അനുഭവിക്കേണ്ടുന്ന വാരമാണിത്. ധനപരമായ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല, പക്ഷെ വളരെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. അനാവശ്യമായ ഭൗതിക ജീവിതത്തോടുള്ള ആസക്തി, ഭ്രമം കാരണം വെറുതെ അനാവശ്യമായ പൊങ്ങച്ചം സമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പലതും മോശമായിട്ട് വരും. തനിക്ക് വലിയ ധനനഷ്ടമുണ്ടാകും. സ്മരതിപുണ സുഖി എന്നാണ്. കർമ്മമേഖലയിൽ ധാരാളം സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പെൺസുഹൃത്തുക്കൾ വരും. കർമ്മമേഖല നല്ലതാണ്, തനിക്ക് അധികാരം അവിടെ നന്നായി അനുഭവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ സ്ത്രീകളുടെ സംസർഗങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക. പലപ്പോഴും ദാമ്പത്യത്തിൽ ഈ സ്ത്രീകളുടെ ഇടപെടലുകൾ ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. കാരണം എന്താണ്? ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് 7-ാം ഭാവം, അവരുടെ വിവാഹം, ഫാമിലി ലൈഫ്, ഭാര്യ, ഇത് ചിന്തിക്കേണ്ടുന്ന ഗ്രഹം നിൽക്കുന്നത് അഷ്ടമത്തിൽ ദുർബലമായിട്ടാണ് ശനി നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ രാഹുവുണ്ട്. മൂത്രാശയ രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഡയാലിസിസ് വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ദാമ്പത്യത്തിൽ ഒരു ഐക്യമത്യ അർച്ചന ദമ്പതികളുടെ പേരിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നക്ഷത്രം പറഞ്ഞ് ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. മക്കളുടെ പേരിൽ 11 വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ കറുകഹോമവും, 11 കഴിഞ്ഞ് 12 മുതലുള്ള മക്കളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ഒരു വാരമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്തേ.